നാളത്തെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നാളെ 10-ാമതാണ്. അപ്പോൾ നമ്മളിവിടെയൊക്കെ ഇലയട ഉണ്ടാക്കണ ഒരു പതിവുണ്ട്. അപ്പോൾ ഇന്ന് 9-ാം ദിവസമാണ്, നാളെയാണ് 10. അപ്പോൾ നമ്മൾ തലേന്ന് ഇലയപ്പം ഉണ്ടാക്കി വെച്ചിരുന്ന് 10-ാമതേതിൻ്റെ അന്ന് നമ്മൾ കഴിക്കും. അതിനുള്ള സംഭവങ്ങളെല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വയണയിലയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. തേങ്ങ, ശർക്കര പാനി കാച്ചി, ഏലക്കയും പൊടിച്ചിട്ട് അതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കണ ഗോതമ്പ് മാവാണ്. നമുക്ക് ഗോതമ്പ് മാവാണ് ഇഷ്ടം. അരിമാവിലുണ്ടാക്കണവരും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ശർക്കര പാനിയിലോട്ട് ഗോതമ്പ് മാവ് തട്ടി കൊടുക്കാം. അപ്പോൾ അതിലോട്ട് ആവശ്യമായ ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കരയല്ല, തേങ്ങ. ഞാനിവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. നമ്മളിവിടെ ആൾ കുറവായതുകൊണ്ട് നമുക്ക് കുറച്ച് ആവശ്യമേ ഉള്ളൂ. നമ്മളിവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാക്കുമെന്ന് അറിയാൻ വയ്യ. നമ്മൾ അതിനായിട്ട് സിമ്പിളൊക്കെ കൊട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് വയ്ക്കാം. നമുക്ക് ബാക്കിയും കൂടെ ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ വെച്ച് വേവിച്ചാൽ മതി. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് ഇലയും കൂടെ ഇതിൻ്റെ മണ്ടയിൽ വെച്ച് അപ്പോൾ ഇന്ന് 10-ാമതാണ്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ഉണ്ടാക്കി വെച്ച ഇലയട കഴിക്കാൻ പോവുകയാണ്. അപ്പം ഈ ഇലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഇല 10-ാമതേതിന് നമ്മൾ കഴിച്ചതിന് ശേഷം ഇല പറത്തു എന്ന് പറയും. അതെന്തോ ഇടി വെട്ടാതിരിക്കാൻ അങ്ങനെ എന്തായിരുന്നാണ് പറയണത് പഴയ ആൾക്കാർ. എനിക്കതിൽ വിശ്വാസമില്ല, അതുകൊണ്ട് ഞാൻ പറത്തണില്ല. അല്ലേ